என்னம்மா அர்ஜென்ட் அவசரம் என்ன விஷயம்? அப்ப உங்களுக்கு ஒன்னும் தெரியலையா? இல்லையே. என்னோட ஹஸ்பண்ட் இல்லையா, அவனை காணாம போச்சு. காணாம போச்சு? அவன் எங்கம்மா போயிட போறான்? இங்க எங்கன்னா தான் இருப்பான். நல்லா பாரு நீ வீட்டுல. அண்ணா எங்கே உள்ளில பாத்துட்டேன். അല്ല പാക്കണം വാ. നീങ്ക പാത്തിട്ട് കാര്യമില്ല, ഞാൻ എല്ലായിടത്തും നോക്കി, ഇവിടെ ഒന്നും ഇല്ല. ഇല്ലയാ അപ്പോ എങ്ക പോയിട പോറാൻ അവൻ? എനിക്കറിയാം എവിടെ പോയെന്നൊക്കെ. ഞാൻ ഇവിടെ മൊത്തം രാവിലെ തൊട്ട് അരിച്ചു പോറിക്ക് നടക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഉണ്ടായിരുന്ന അവന്റെ പേര് എന്താ ആക്ഷൻ ആയിരുന്നു, നളിനാക്ഷൻ. അവന്റെ അടുത്ത് വിളിച്ച് കാര്യം ചോദിച്ചപ്പോഴല്ലേ അവൻ തന്നെ എന്നെ പറ്റിച്ചിട്ട് പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയിരിക്കുക കഥ പറയാനായിട്ട്. എന്തിനാന്നറിയാം, എന്നെ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റിട്ട് വേറൊരു കിടുക്കാച്ചി പെണ്ണിനെ വെക്കാനായിട്ട്. ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? എന്നെ പറ്റിക്കാൻ നോക്കിയിരിക്കുന്നെ. ഞാനേ എന്തൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്നറിയോ? എനിക്ക് ഇഷ്ടമായിട്ട് അവനെ കെട്ടിയെന്നാണോ ചേട്ടന്റെ വിചാരം? സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ കാലമാടനെ കല്യാണം കഴിച്ചത്. എനിക്കാണെങ്കിൽ അവന്റെ സംസാര രീതി ഒന്നും ഇഷ്ടമല്ല. ഞാൻ മൊത്തത്തിൽ അഭിനയിക്കുക. ഇത്രയും സഹിച്ച് ഞാൻ ഇവിടെ നിന്നിട്ട് എന്നോട് പറയാതെ അയാൾ പ്രൊഡ്യൂസർ കാണാൻ പോയിരിക്കുന്നു. എന്നെയാ പറ്റിക്കാൻ നോക്കിയിരിക്കുന്നെ. ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ അണ്ണന്? நீ ஒன்று பண்ணு, அழாத. நான் கண்ணல தொச்சு இங்க வராம அங்கே நின்றுட்டு சொன்னா போதும். டச்சிங்ஸ் எல்லாம் வேணாம். சரி அழாதம்மா. நம்ம தேடுவோம். இந்த உலகத்துல எங்க இருந்தாலும் சரி, நான் உனக்கு கண்டுபிடிச்சு கொண்டு வரேன். கண்டிப்பா கண்டுபிடிச்சு கொண்டு வருவோம். கண்டிப்பா கண்டுபிடிச்சு கொண்டு வந்துருவேன். ஆமா, பாக்கி காரியம் ഞാൻ ഏറ്റു. ഇന്നത്തോട് കൂടിയേ ஒருவேளை அவன் கிடைக்கலன்னு வையன், வாழ்க்கை பூரா உனக்கு நல்ல ஒரு பெஸ்டியா நான் இருப்பேன். நீ கூப்பிடுற தூரத்துல இருக்க மாட்டேன், ஆனா கூப்பிட்டா தூரத்துல இருக்க மாட்டேன். അവനിങ്ങോട്ട് വരട്ടെ. എന്നെ പറ്റിക്കാൻ നോക്കുന്നു. இந்த பையனை காணும் ஒரே கஷ்டப்படுது. எனக்கு ஒரு மாதிரி கஷ்டமா இருக்கு. ஏது ஆலவலாதியா? நேத்துல இருந்து எங்க காணாம போயிட்டானா? இங்கதான் இருந்தான், எங்க போயிட்டான் அவன்? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, അവള് ഞാൻ പറയട്ടെ, അവൻ വല്ല സമാധി ആയിട്ടുണ്ടാവും. സമാധിയുടെ കാര്യം പറഞ്ഞപ്പോ കളക്ടറിന്റെ പുതിയ ചർച്ച വന്നില്ലല്ലോ. ഇവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുക, അവളൊരു കളക്ടർ ഇല്ല. சரி, நான் ஒரு விஷயம் பண்றேன். அப்போ என் நண்பனை தேடிட்டு வரேன். നിങ്ങൾ നൻപനും കൊൻപനും തേടാൻ പോണ്ട കേട്ടല്ലോ. ഞാൻ ആദ്യം നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞതാ, അവള് ശരിയല്ല. അവൾ അവനെ കൊന്ന് സമാധിയാക്കിയിട്ടുണ്ടാവും. நீ தேவையில்ல அதெல்லாம் சொல்லாதம்மா. எதுக்கு நீ? എനിക്ക് തേവയില്ലാതെ ചില കാര്യമൊന്നുമില്ല, മനസ്സിലായല്ലോ. കാണാത്തൊക്കെ പറയാതെ എന്റെ ചേച്ചിയുടെ സ്വഭാവം കണ്ടോ? ഇങ്ങനെ തന്നെയാണോ വീട്ടിലും? എനിക്കല്ലേ അറിയൂ. എന്താ നീ എന്താ പറഞ്ഞ? അല്ല, ചേച്ചി ഒരു പൂക്കിയാണെന്ന്. പൂക്കി? എന്താ പൂക്കി? എന്താ പൂക്കിன்றாங்க. പൂക്കിയാ? അത് വിജയ് പടം പേര് പോക്കിരി. നമ്മളിങ്ങനെ പ്രിയതമേ സ്നേഹിതേ എന്നൊക്കെ പറയും. അതിന്റെ ഒരു ഇംഗ്ലീഷ് തർജ്ജമ. ഞാനേ എവിടുന്നേലും പോയി നൻപനെ തപ്പി എടുത്തോണ്ട് വരാം. ഞാൻ ആ കൊച്ചിന് വാക്ക് കൊടുത്തു പോയി, അവനെ കൊണ്ടുവരാവുന്നുണ്ട്. ചെല്ലു ആ കുഴിയിൽ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും സമാധിയായിട്ട്. സ്വത്ത് എഴുന്നാല് ചൊല്ലി എടുക്കാത്ത പരമ്പരയാ ഞങ്ങളുടെ. വിട്ടു നീ കേട്ടാ, ആ ലവലാദികളാണ് വീട്ടിൽ മുഴുവൻ ഉള്ളത്. അവിടേക്ക് എങ്ങനെ നീ പോയിന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും കേട്ടല്ലോ. ചേച്ചി കൂള്. എന്നെ അധികം കൂളാകാൻ നോക്കണ്ട കേട്ടെ. പിന്നെ നേരത്തെ നീ എന്താ ഇതിന്റെ ഇടയിൽ എന്താ കളക്ടറോ? അത് പഠിച്ച് IAS കളക്ടർ ആവണം എന്നാണ് എന്റെ സ്വപ്നം. അങ്ങനെ നല്ലത് കേട്ടല്ലോ. എന്നിട്ട് വേഗം ചാനലിൽ പോയി റിപ്പോർട്ട് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെയായാ നല്ലത്. നമ്മുടെ കുടുംബ പാരമ്പര്യം നിനക്കറിയാലോ. നിങ്ങൾ എന്തിനാണ് ബേജാറാവണം? ഞമ്മളല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങളെ മോളെ നമ്മൾ രണ്ട് കയ്യിൽ ഇങ്ങനെ പൊന്നു പോലെയാ നോക്കണത്, അതറിയോ? നിങ്ങൾ ബേജാറാവണ്ടാന്ന്. ഞാൻ രണ്ട് പാത്രത്തിലാക്കി തരും മാക്ക്. അതുപോലെ ഞമ്മക്കിത് കേട്ടാൽ നിങ്ങൾ എന്തിനാ ബേജാറാവണേ? ഈ ബീരാൻകുട്ടി ഉള്ളിടത്തോളം കാര്യം നിങ്ങൾ ഒന്നും പേടിക്കണ്ട. എന്റെ തങ്ങളെ എന്താ പറയാ, നമ്മുടെ ആങ്ങളയുടെ കാര്യം പറഞ്ഞതാ. UK ഭാര്യയുടെ ആങ്ങളെ. തനിക്ക് UK ആൾക്കാരുണ്ടല്ലേ? പിന്നല്ലാണ്ടിയോ. ഇല്ല പുള്ളിയാ. എന്താണ് രാവിലെ ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതിനുവേണ്ടി വന്നായിരുന്നു. കുട്ടി പുട്ടുണ്ടാക്കാൻ പറഞ്ഞു. പട്ടിക്ക് എന്താ? അല്ല, കുട്ടിക്ക് നിങ്ങൾക്ക് എന്താ വേണ്ട? ഇപ്പൊ പുട്ടല്ലേ ഉള്ള, എന്നാ പുട്ടെടുക്ക്. ഇല്ല, അതിൻ്റെയൊക്കെ ശ്രമത്തിലാണ്. പുട്ടായില്ലേ? ഇല്ല. പിന്നെ എന്താ ഇവിടെ ഭക്ഷിക്കാനുള്ളത്? ഇനിയിപ്പോ ഞാനൊരു ചപ്പാത്തിയും എൻ്റെ തനതായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു കുറുമയുണ്ട്. എന്നാ അതൊന്ന് എടുക്ക്, നോക്കട്ടെ. ഞാനൊന്ന് ഭക്ഷിച്ച് നോക്കട്ടെ. തൻ്റെ പാചക വിദഗ്ധം
മായിട്ടുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് വിലയിരുത്താം. ഇരുത്തിക്കോ. ഓക്കെ, വലിയ കഴിച്ചില്ല, കുഴപ്പമില്ല. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാലോ, താൻ നല്ലൊരു പാചകക്കാരനാണല്ലോ. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രോ പൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഈ ചപ്പാത്തി കീറാൻ ഒരിത്തിരി ലാഗുണ്ട്, അതുണ്ടാവും. പിന്നെ വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ BGM ഒക്കെ ഓക്കെ. പക്ഷെ ഇതിൻ്റെ എഡിറ്റിങ് ഇച്ചിരി കൂടെ ചെറുതാക്കാനുണ്ട് കേട്ടോ. എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കണം. ഞാൻ ഭാവിയിൽ ശരിയാക്കി. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൂട്ടി കട്ട് ചെയ്യണം, അല്ല കുറച്ച് കട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം. 1 ടൈം വാച്ചിങ് ആണ്, ഒരു വർഷം കഴിക്കാം. ഇതിൻ്റെ അകത്തിട്ടേക്കുന്ന തക്കാളിയൊക്കെ നല്ല സെക്സിയാണ്. 1 ടൈം കഴിക്കാം, 1 ടൈം വാച്ചിങ് അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. എന്നിട്ട് മാക്ക് നടിക്കുന്നുണ്ടല്ലോ ബീജൊക്കെ പഠിച്ച് നക്കിയിട്ട്. ഞങ്ങൾ ഈ പാരമ്പര്യമായിട്ടേ രാവിലെ ആഹാരം മസ്റ്റാ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ അല്ലേ? താൻ തൻ്റെ പണി നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തോട്ട് അധികം കൈ കടത്താൻ വരണ്ട കേട്ടാ. ഇതിൻ്റെ കൂട്ടെന്തൊക്കെയായിരുന്നു? ഇതിൻ്റെ പേരാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി, ഞാൻ തന്നെ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്. തൻ്റെ കൃതിയോ? ആ, എൻ്റെ പേരെന്താണ്? പ്രാതലേഷ്യ. പ്രാതൽ കഴിച്ചതിന് ശേഷം വലിഞ്ഞു കയറി വരുന്നവർക്കുള്ള സാധനം. ഞാൻ വലിഞ്ഞു കയറിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കണക്കിന് നോക്കുമ്പോൾ അതൊക്കെ തന്നെയാണല്ലോ ഇപ്പം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു ഭാഗ്യം. ഒരു കലാകാരൻ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് കാര്യത്തിനും എന്നോട് ചോദിക്കാമല്ലോ. തനിക്കെൻ്റെ വില മനസ്സിലാവും. ആ മോന്തയിലുള്ള നോം കാണുന്നുണ്ട് കല. തൻ്റെ പാചകകല കൊള്ളാം. നിങ്ങളുടെ കൂട്ടം എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. പറയണ്ട, നമ്മളെ റീസർക്കിൾ മാതിരിയാ. നമ്മൾ വേണ്ടാതെ ഒഴിവാക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് കൂടെ ഒരു കറി ഉത്തേജിപ്പിച്ചെടുക്കുക. ചക്കമടൽ, ചക്കക്കുരുവിൻ്റെ തോല്, ഉള്ളിത്തോല്, കുമ്പളങ്ങയുടെ കുരു, പടവലങ്ങിൻ്റെ വള്ളി, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഇന്നലത്തെ കഞ്ഞിൻ്റെ വെള്ളത്തിൽ വെറ്റില നീരിൽ നമ്മൾ ചാലിച്ച് എൻ്റെ ചെറിയ പൊടിക്കൈകളൊക്കെ ഇട്ട്. അല്ല, ഈ കറിയുടെ കാര്യമാണോ പറഞ്ഞത്? കഴിക്കും, അല്ല കഴിച്ചോ. നല്ലൊരു വയറിന് നല്ലത്. പിന്നെ വരാം. നോം എന്ത് ചെയ്യാനാ? ഇവറ്റക്കൊക്കെ ഈ അല്ലാതെയുള്ള ഫുഡ് കഴിച്ച് വയറ് ചീത്തയാവാൻ വേണ്ടി ഇരിക്കുക. ഹലോ ശോഭനെ, എന്റെ സുബു, നീ ഇത് എവിടെ പോയി കിടക്കാൻ? ഞാൻ രാവിലെ തൊട്ട് ഇവിടെ എവിടെയെല്ലാം തെരഞ്ഞെന്നറിയോ? അത് ശോഭനെ, രാവിലെ ഒന്നും പറയാൻ പറ്റില്ല, തിരക്കിനെ പുറത്തിറങ്ങിയപ്പോ അത് നീ ക്ഷമിക്ക്. എന്താ സുബു, എന്ത് തിരക്കാണെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ വേണ്ടിട്ട്? സോറി ശോഭന, തെറ്റെന്റെ ഭാഗത്താ. ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ സുബു? എന്തോരം ടെൻഷൻ അടിച്ചു എന്ന് അറിയാം. ഞാൻ ഇവിടെ ആരോടൊക്കെ ചോദിച്ചു, മുത്തുന്റെ അടുത്ത് പോയി ചോദിച്ചു, നിന്റെ ഫ്രണ്ട് നളിനാക്ഷന്റെ അടുത്ത് ചോദിച്ചു, ആർക്കും അറിയാൻ പാടില്ല. ഞാൻ സോറി പറഞ്ഞല്ലോ, നീ ക്ഷമിക്ക്. അത് ഞങ്ങളിപ്പോ തന്നെ വരാം. ശരി, ഓക്കെ. അല്ല, എന്തായിരുന്നു ഇത്ര വലിയ തിരക്ക്? അത് ഞാനും നളിനാക്ഷൻ കൂടെ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. മറ്റേ പുതിയ കുക്കല്ലേ, നമുക്ക് എല്ലാം ശരിയായി വരണ്ടേ, കാരണം. ഓ, നളിനാക്ഷൻ കൂടെ കൊടുക്കണോ? ഫ്രണ്ട് നളിനാക്ഷന്റെ കൂടെ കൊടുക്കണോ? വേണ്ട, കൊടുക്കണ്ട, കുഴപ്പമില്ല, വേണ്ട. പെട്ടെന്ന് വരട്ടെ ശോഭനെ. ഓക്കെ, പെട്ടെന്ന് വായോട്ടാ. ഞാനിവിടെ കാത്തിരിക്കണേ. ബൈ, ലവ് യു. വേഗം വായോ. അല്ല, വരുമല്ലോ അല്ലേ? ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ഇങ്ങോട്ട് കുറച്ചും കൂടെ മുന്നോട്ട്. അല്ല, കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് നീങ്ങി നിൽക്ക്. എന്ത് പറ്റി? ഇന്നലെ എവിടെ പോയതായിരുന്നു എന്നാ പറഞ്ഞ? രാത്രി ഞാനങ്ങ് പോയില്ല. അല്ല, എവിടേക്കായിരുന്നു ഉറങ്ങിയത്? അത് ഞാൻ ആ കട്ടിലിന്റെ മറ്റേ ഹാളിലെ കട്ടിലില്ലേ, സോഫ. കട്ടില്, സോഫ, അകത്ത് സോഫ, കട്ടില്. അതെ.
അപ്പോ സുബുവിനെ കണ്ടിട്ടേ ഇല്ല ഇന്നലെ. സുബുനെ ഞാൻ ഇന്നലെ ആഹാരം കഴിക്കാൻ നേരത്തെ കണ്ടല്ലേ. അച്ചോടാ പിന്നെ കണ്ടില്ല. ശ്ശെ. പാവം. ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് നീങ്ങിക്കോ. എന്ത്? ഒന്ന് അങ്ങോട്ട് നിൽക്കൊന്ന്. ശ്ശെ. തല ശരിയാവട്ടെ. ദക്ഷിണ തരാനാണ്. അതെ 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 അതെ. താനൊക്കെ നോക്കുമ്പോ ഞങ്ങൾ അങ്ങനെ ദക്ഷിണ തരാൻ. ആണല്ലേ? കിട്ടി ശീലമുണ്ടോ ദക്ഷിണ? പിന്നെ ഞാൻ ഒരുപാട് ദക്ഷിണ മേടിക്കുന്നല്ലേ.